മദീനയുടെ രാത്രിയാമങ്ങൾ ഉറക്കിലേക്ക് വഴുതി വീഴുമ്പോൾ മുഖം മറച്ചൊരു മനുഷ്യൻ ഭാരമുള്ള ചാക്കുകളുമായി തെരുവുകളിലൂടെ നീങ്ങുമായിരുന്നു. ആരും കാണാതെ, ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ മദീനയിലെ പാവപ്പെട്ടവരുടെ വീട്ടുവാതിൽക്കൽ അദ്ദേഹം ഭക്ഷണപ്പൊതികൾ എത്തിച്ചു. വർഷങ്ങളോളം ഇത് തുടർന്നു. നേരം പുലരുമ്പോൾ വാതിൽക്കൽ ഇരിക്കുന്ന ഭക്ഷണപ്പൊതി കണ്ട ആ പാവപ്പെട്ട കുടുംബങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചു. പക്ഷേ തങ്ങളെ സഹായിക്കുന്ന ആ അജ്ഞാതൻ ആരാണെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ഒടുവിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിന് വിടവാങ്ങി. ആ രാത്രി മദീനയിലെ 100ഓളം പാവപ്പെട്ട കുടുംബങ്ങൾ തങ്ങളുടെ വാതിൽക്കൽ നോക്കി നിന്നു. പക്ഷേ അന്നാരും വന്നില്ല. പിറ്റേന്നും അത് തുടർന്നു. അപ്പോഴാണ് മദീനക്കാർ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. തങ്ങളെ ഇത്രയും കാലം ഊട്ടിയിരുന്നത് നബി കുടുംബത്തിലെ ആ മഹനീയ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിക്കാനെടുത്തപ്പോൾ കണ്ട കാഴ്ച അവിടെയുള്ളവരെ കൂടുതൽ സങ്കടത്തിലാക്കി. അദ്ദേഹത്തിന്റെ തോളിലും മുതുകിലും കറുത്ത തഴമ്പുകൾ വീണിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണച്ചാക്കുകൾ രാത്രികാലങ്ങളിൽ സ്വന്തം മുതുകിലേറ്റ് നടന്നുകൊണ്ട് ഉണ്ടായ പാടുകളായിരുന്നു അത്. താൻ ചെയ്യുന്നത് പടച്ചവൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന വലിയൊരു സത്യം അദ്ദേഹം തന്റെ മരണം വരെ കാത്തു സൂക്ഷിച്ചു. ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവപ്രീതിക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യന്റെ കഥയാണിത്. പ്രശസ്തിക്കും പേരിനും വേണ്ടി നന്മകൾ ചെയ്യുന്ന ഈ കാലത്ത് സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിന്റെ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമാണ്. 100ഓളം കുടുംബങ്ങളെ വർഷങ്ങളോളം ഊട്ടിയിട്ടും മരിക്കുന്നത് വരെ അത് ആരും അറിഞ്ഞില്ലെങ്കിൽ ആ മനസ്സിന്റെ വലിപ്പം എത്രയായിരിക്കും? നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവപ്രീതിക്ക് വേണ്ടിയാണോ അതോ മറ്റുള്ളവരുടെ കയ്യടിക്കാണോ എന്ന് സ്വയം ചോദിക്കാൻ ഈ ചരിത്രം നമ്മെ പ്രേരിപ്പിക്കുന്നു. മറച്ചുവെക്കുന്ന നന്മകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതായിരിക്കും? ഈ ചരിത്രം നിങ്ങളിൽ ഒരു മാറ്റമെങ്കിലും ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഹൃദയസ്പർശിയായ ചരിത്രങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മനോഹര വഴിയിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.